എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ സംസാര രീതി അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി, സംസാരത്തിൻ്റെ പിച്ച് അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ആ ഒരു ട്യൂണ്, ആ സംസാരത്തിൽ അവർ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ്, ഇതൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുരുഷനെ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന 9 വാക്കുകൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ പുരുഷനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്വമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ആ ഒരു പുരുഷനോട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഭർത്താക്കന്മാരോട് പറയാൻ പറ്റുന്ന 9 പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുരുഷന്മാർ നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ട് മാറും. അത്രയധികം ഒരു ഇമോഷണൽ ഇൻറ്റിമസി നിങ്ങളോട് വരും. നിങ്ങളെ വളരെയധികം കൂടുതൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. ഇനി വളരെ മുരടന്മാരായിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ പോലും ആ മുരടിച്ച സ്വഭാവമൊക്കെ മാറ്റിയിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുഞ്ഞാടുകളായിട്ട്, പൈതങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് മാറുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒപ്പം തന്നെ ഒരു ഹൈപ്പ് തരാനായിട്ടും മറക്കരുത്. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 100% ഒറിജിനലായിട്ടുള്ള തേനും അതുപോലെ തന്നെ 1% പോലും കെമിക്കൽ ഇല്ലാത്ത സ്കിൻ കെയർ ബോഡി ക്രീമും ഒക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ വീണു പോകുന്ന ഒരു വാചകമാണ്, ചേട്ടൻ്റെ നോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ്റെ കണ്ണ് ഭയങ്കരധികം അട്രാക്റ്റീവാണ്, എന്നെ അങ്ങനെ നോക്കരുതേ പ്ലീസ്, എനിക്ക് നാണമാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ പുരുഷന്മാർക്കത് വല്ലാത്തൊരു അഭിമാനമാണ് തോന്നുന്നു. ഓ, ഞാൻ കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഞാൻ സംതിങ് ആണല്ലോ, ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് അവിടെ ബൂസ്റ്റപ്പ് ആവും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചേട്ടൻ്റെ കണ്ണിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കണ്ണ് വളരെയധികം അട്രാക്റ്റീവാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫീച്ചർ ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം എടുത്തിട്ട് പറയാം, ചേട്ടൻ്റെ ഹെയർ സ്റ്റൈലാണെങ്കിൽ ഓക്കെ, ആ ഹെയർ സ്റ്റൈൽ വളരെയധികം നല്ലതാണ്, അട്രാക്റ്റീവാണ്. അല്ലെങ്കിൽ ചേട്ടൻ്റെ ഈ ഒരു ഹൈറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എന്താണ്, ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ. അതിലെടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾ എടുത്തിട്ട് അത് ആ വ്യക്തിയോട് പറയുക, അത് വളരെയധികം നല്ലതാണ്, വളരെയധികം ഭംഗിയുണ്ട്, വളരെയധികം അട്രാക്റ്റീവാണ്. ആ രീതി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോടൊരു സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടാവും. നിങ്ങളിൽ നിന്നും ഈ ഒരു കോംപ്ലിമെൻറ്റ് കേൾക്കാൻ അവരിങ്ങനെ കൊതിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ പോലും അറിയാതെ അവർ നിങ്ങളോട് ഇമോഷണലി വളരെയധികം ഇൻറ്റിമേറ്റ് ആവും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പുരുഷനെ വളരെയധികം മയക്കുന്ന ഒരു വാക്യമാണ്, അയ്യോ ചേട്ടാ പോവുകയാണോ, ഇപ്പോൾ പോവരുതേ, കുറച്ച് നേരം കൂടി എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുക, ഞാൻ ചേട്ടനെ വിടില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യന് തോന്നും, ഓ, എൻ്റെ സാന്നിധ്യം ഈ കുട്ടിക്ക് ഇത്രമാത്രം വിലപ്പെട്ടതാണ്, അപ്പോൾ അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കൂട്ടത്തിലായിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങനെ സ്ത്രീകൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പരമാവധി അവൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് തരാനായിട്ട് നോക്കും. ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും ആ ഒരു രീതി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ നിങ്ങൾക്ക് ബോറടി ആയിട്ടില്ല, അവർ നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു പഴയ സ്നേഹബന്ധം വിവാഹം കഴിച്ചപ്പോൾ ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഫ്രഷാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങളോട് വീണ്ടും നിങ്ങളെ അതുപോലെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് അവർക്ക് തോന്നുമെന്നുള്ളതാണ്. ഇനി മൂന്നാമായിട്ട് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഭർത്താവിനോട് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ്, ചേട്ടൻ്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാരണം എനിക്ക് ഏറ്റവും സമാധാനമായിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നത് ആ രീതിയിൽ ചേട്ടൻ്റെ നെഞ്ചിൽ തല ചായച്ചുറങ്ങുമ്പോഴാണ്. പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഉള്ള ഒരു പ്ലേസ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നെഞ്ചിൽ തലവെച്ച് ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് റിലാക്സേഷൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിതം ധന്യമായതുപോലെ തോന്നുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമാണ്, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഈ ഒരു രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഒരു സ്വർഗ്ഗതുല്യമായിത്തീരും. ഇനി നാലാമായിട്ട് പുരുഷനെ ശരിക്കും വശീകരിക്കുന്ന ഒരു വാക്കാണ്, ചേട്ടൻ മറ്റ് പുരുഷന്മാരെ പോലെ അല്ല, ചേട്ടൻ മറ്റ് പുരുഷന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഒരുപാട്. കാരണം മറ്റ് പല പുരുഷന്മാർക്കുള്ള പല ദുസ്വഭാവങ്ങളും അല്ലെങ്കിൽ വൃത്തികെട്ട ശീലങ്ങളും ഒന്നും ചേട്ടനില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചേട്ടനില്ല. ചേട്ടൻ തികച്ചും വ്യത്യസ്തനാണ്. ചേട്ടനെ പോലെ ഉള്ള ഒരു ചേട്ടനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ചേട്ടൻ എന്ത് നല്ലതാണ്, എനിക്ക് ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, ചേട്ടൻ്റെ ഈ ഒരു സ്വഭാവം ഇഷ്ടമാണ്, ചേട്ടനിപ്പോൾ ഈ ആയിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ചേട്ടനെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇത്രയും നാളും തേടി നടന്ന ഒരു ലൈഫ് പാർട്ട്ണറായിട്ട്. അപ്പോൾ ചേട്ടനെ എനിക്കൊരു ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ചേട്ടനെ കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് ആ പുരുഷന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുരുഷൻ എപ്പോഴും നിങ്ങളെ അതിനനുസരിച്ച് കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇനി അഞ്ചാമതായിട്ട്, ചേട്ടനെ എനിക്ക് വളരെയധികം വിശ്വാസമാണ്. ഐ ട്രസ്റ്റ് യു. ചേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കത്തില്ല എന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നല്ല ചേട്ടനാണ്. ചേട്ടൻ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. എന്നെ വിട്ട് വേറെ ആരും പുറകെ പോകത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ചേട്ടനെ അത്രയ്ക്ക് വിശ്വാസമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പുരുഷന്മാർ ഓരോരുത്തരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അതായത് ഒരു പുരുഷനിപ്പം ചതിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ള പുരുഷന് പോലും ഇത് കേട്ട് കഴിയുമ്പോൾ പിന്നെ ജന്മത്ത് നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ നിങ്ങളോട് കൂടുതൽ വിശ്വസ്തത പാലിക്കാനായിട്ട് തുടങ്ങും. കാരണം അവൻ ചിന്തിക്കും, ഓ ഇവളെന്നെ ഇത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്രയ്ക്ക് അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അപ്പോൾ ഒരിക്കലും ഞാൻ അവളെ ചതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരും. പിന്നെ അവൻ്റെ മനസ്സുകൊണ്ട് പോലും ആ പെൺകുട്ടിയെ ചതിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാര്യമാർക്കൊക്കെ ആണെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഭാര്യമാർ പലപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചതിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ പോയി ഇവരുടെ പുറകെ പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചതിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടി വരും. പക്ഷേ അത് മാറ്റിയിട്ട് നിങ്ങളെന്നെ ഒരിക്കലും ചതിക്കത്തില്ല എന്ന് എനിക്കറിയാം, നിങ്ങളെനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്, മറ്റാരുടെയും പുറകെ പോകത്തില്ല എന്നറിയാം, കാരണം അത്രയ്ക്ക് ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊരിക്കലും പിന്നെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊക്കെ മൊത്തമായിട്ടും പോവും. അതിന് നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളോടുള്ള ഒരു ഇൻറ്റിമസി കൂടി വരാനായിട്ട് അത് ഇടയാവുന്നതാണ്. ഇനി ആറാമട്ടെ, എനിക്ക് ചേട്ടനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനേ ആവുന്നില്ല. എപ്പോഴും ചേട്ടൻ്റെ ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ചേട്ടൻ്റെ ചിന്തയാണ്. ഇന്നലെയും കൂടെ ഞാൻ ചേട്ടനെ സ്വപ്നം കണ്ടേ ഉള്ളൂ, ചേട്ടൻ ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പുരുഷന്മാർക്ക് പിന്നെ ഞാൻ രാവിലെ കണ്ണ് തുറന്ന് ഉണരുമ്പോൾ പോലും ചേട്ടനെയാണ് ആദ്യം ഓർക്കുന്നത്, ചേട്ടനെക്കുറിച്ചാണ് ആദ്യമേ ചിന്തിക്കുന്നത്, ആദ്യമേ തന്നെ ചേട്ടൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ പുരുഷന്മാർക്ക് അത് കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഭയങ്കര അധികം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏത് പുരുഷനും മയങ്ങി വീണ് പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരിക്കലും അവരെ ഉപേക്ഷിച്ചിട്ട് പുരുഷന്മാർ സാധാരണഗതിയിൽ പോകാറില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന പുരുഷനാണെങ്കിൽ അവൻ അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമുള്ള മറ്റു പലരുടെയും പുറകെ പോകുന്ന ഒരു ടെൻഡൻസി ഉള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാനും പാടില്ല. ഇനി ഏഴാമട്ടെ, ചേട്ടൻ പല കാര്യങ്ങളിലും എൻ്റെ വലിയൊരു ഇൻസ്പിറേഷനാണ്, എൻ്റെ ഒരു പ്രചോദനമാണ്, അല്ലെങ്കിൽ എനിക്ക് ചേട്ടൻ എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. പിന്നെ ചേട്ടൻ എനിക്കൊരു മാതൃകയാണ്. പല കാര്യങ്ങളും ഞാൻ ചേട്ടനെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ലായിരുന്നു, പക്ഷേ ചേട്ടൻ പറയുമ്പോഴാണ് അതൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലായത്. അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി, ചേട്ടൻ്റെ ആ ഒരു രീതികൾ, ചേട്ടൻ്റെ ആ ഒരു കഴിവ്, കാര്യശേഷിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും ചേട്ടൻ തന്നെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചേട്ടന് നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ എനിക്കതില്ല, പക്ഷേ ചേട്ടനത് ഓരോ കാര്യങ്ങളും അങ്ങനെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കത് വളരെ ഇൻസ്പിറേഷൻ ആവാറുണ്ട്. അങ്ങനെ അവർക്ക് എന്ത് ഗുണങ്ങളാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പറയാം. അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്കൊരു വലിയ ഇൻസ്പിറേഷനാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പുരുഷന്മാർക്ക് അവർക്ക് കിട്ടുന്ന വലിയൊരു വലിഡേഷനായിട്ട് തോന്നും. അപ്പോൾ ഈ പെൺകുട്ടി എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്നെ എല്ലാ രീതിയിലും ഞാനായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, എന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ഇണയാണ്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു പാർട്ട്ണർ തന്നെയാണ് ഈ പെൺകുട്ടി എന്നവന് മനസ്സിലാവുക. നിങ്ങളെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതൊരു സ്വന്തം ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭർത്താവ് ആ ഭാര്യയെ കൂടുതൽ ഇൻറ്റിമേറ്റായിട്ട് സ്നേഹിക്കുന്നതായിരിക്കും. ഇനി എട്ടാമതായിട്ട്, ഇൻറ്റിമസി കൂട്ടുന്ന രീതിയിലുള്ള വാക്കുകൾ സംസാരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒള്ളി അല്ലെങ്കിൽ മൈൻ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അതായത് ഒള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ചേട്ടനല്ലാതെ മറ്റാർക്കാണ് ഇത് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ചേട്ടൻ എൻ്റെ അല്ലേ, അല്ലെങ്കിൽ ചേട്ടൻ എൻ്റെ മാത്രമല്ലേ എന്നൊക്കെയുള്ള ഒരു ഇൻറ്റിമസി കൂട്ടുന്ന വാക്കുകളുണ്ടല്ലോ, അതെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ സ്വന്തമാണ്, അവർ നമ്മുടെ സ്വന്തമാണ്, നിങ്ങളെ അവരുടെ ലോകത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട്, അവരുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കാണാനും ആ രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാനും തുടങ്ങുകയും ചെയ്യും. ഇനി ഒമ്പതാമത്തെ, പുരുഷന്മാർ മൂക്കും കുത്തി വീണ് പോകുന്നൊരു വാചകമാണ്, ചേട്ടൻ വളരെയധികം മാൻലിയാണ്, ചേട്ടൻ നല്ല പൗരുഷമുണ്ട്, ചേട്ടൻ്റെ ആ ഒരു പൗരുഷം, ആ ഒരു ഗാംഭീര്യം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ആ രീതിയിലുള്ളൊരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ചേട്ടനോട് ഇഷ്ടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ ആ ഒരു മാൻലിനെസ് ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ വളരെയധികം അട്രാക്റ്റീവാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പുരുഷന് തന്നിൽ തന്നെ ഒരു അഭിമാനം തോന്നും. അപ്പം ഞാൻ ശരിക്കും മാൻലിയാണ്, അട്രാക്റ്റീവാണ് എന്നുള്ളൊരു ബോധം അവന് വരും. പിന്നെ അവൻ ആ ഒരു മാച്യൂരിറ്റി, അതിനനുസരിച്ചുള്ള ഒരു മാച്യൂരിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വെറുതെ അങ്ങ് സില്ലിയായി പോകത്തില്ല. അതുപോലെ തന്നെ അവൻ നിങ്ങളെ കൂടുതലധികം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും, നിങ്ങളെ എല്ലാ രീതിയിലും കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവനിലുള്ളിൽ ആ ഒരു ഹീറോയിക് പരിവേഷം അവിടെ ഉണരുകയും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഡിഫൻസും ഒക്കെ അവൻ തരും, എല്ലാ രീതിയിലുള്ളൊരു സപ്പോർട്ടും അവൻ തരാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിൽപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ.